ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം അമിതമായ ദേഷ്യം ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ്. പല ആളുകൾക്കും ഭയങ്കര ദേഷ്യമാണ്. ചുമ്മാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുവാണ്. എന്താ കാര്യം എന്ന് അവർക്കും അറിയത്തില്ല. ചുമ്മാ നിസ്സാര കാര്യം മതി ചില ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയാണ്. ഈ ദേഷ്യം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭർത്താവ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ദേഷ്യമുള്ള ഭാര്യയാണ് നിങ്ങൾ എന്തിനാണ് തെറ്റ് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുറേ നമുക്ക് അങ്ങോട്ട് ടോർച്ചർ ചെയ്യും. നമ്മുടെ മനസ്സിനങ്ങ് ഇറിറ്റേറ്റിംഗ് ആവും. അപ്പോൾ നമുക്ക് ദാമ്പത്യ ജീവിതം കുറച്ചും കൂടെ തകരാറാവും. പിന്നെ ഭർത്താവാണെങ്കിലും ഭാര്യ എന്തെങ്കിലും ചെയ്യുവാണ്, എന്തെങ്കിലും എടുക്കുമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുക. ഈ ദേഷ്യമാണ് നമ്മളെ നമ്മുടെ കൺട്രോൾ തന്നെ, നമ്മുടെ മനസ്സ് തന്നെ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം കൊണ്ട് നമ്മളല്ലാതായി പോകും. അതൊരു പക്ഷേ ഒരു രോഗത്തിലേക്ക് തന്നെ അമിതമായ ദേഷ്യം നമുക്ക് വഴിതിരിക്കും. അപ്പം അത് ഇല്ലാതെ നമ്മൾ സ്വയമായി നമ്മളെ കൺട്രോൾ ചെയ്യണം. ദേഷ്യം വരുവാണ്, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചൊക്കെ കുറയ്ക്കുക. കുറച്ച് ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ പിടിച്ച് നിൽക്കുക, കുറച്ച് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ കുറച്ച് സോങ്സ് കേൾക്കുക, കുറച്ച് ഈ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ദേഷ്യം കുറച്ച് നമ്മളെ തന്നെ നിയന്ത്രിക്കുക. ഈ ദേഷ്യം കൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ അല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരും. ഈ ദേഷ്യം കൊണ്ട് നമുക്കൊന്നും നമ്മുടെ ജോലി സ്ഥലത്ത് ദേഷ്യപ്പെടുക. പല ആളുകളും അമിതമായി ദേഷ്യം കൊണ്ടപ്പെടുക. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറോ എന്തിനാ ദേഷ്യപ്പെടുന്ന അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അങ്ങനെ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതുപോലെ ഒന്ന് ചെയ്യുക. അമിതമായ ദേഷ്യം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദേഷ്യം വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം പെട്ടെന്ന് ഒറ്റയടിക്ക് ദേഷ്യമുള്ളവർക്ക് നിർത്താൻ പാടുണ്ട്. നിങ്ങൾ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കുക, നിങ്ങളുടെ മനസ്സ് ഒന്ന് റിലാക്സ് ചെയ്യിക്കുക. അങ്ങനെയുള്ള ദേഷ്യം വരുന്ന സമയങ്ങളിൽ നിങ്ങൾ അവരുടെ നിന്നും ഒഴിഞ്ഞു മാറുക. ഈ എന്തെങ്കിലും പറയുന്ന ഇതൊക്കെ നിങ്ങൾ അധികമായി ദേഷ്യപ്പെടാൻ പോകരുത്. നിങ്ങൾ കുറച്ചങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് സോങ്സ് കേൾക്കുക, കോമഡി പരിപാടി കേൾക്കുക. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് ഇതാവും. പിന്നെ നമ്മൾക്ക് ദേഷ്യങ്ങളൊക്കെ കുറച്ച് ഇതായി. പിന്നെ മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളത് ചെയ്ത് നോക്കി. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ തന്നെ മാറും. നമ്മൾ ഒരുപാട് ദേഷ്യം വരും, മുളങ്ങ് മാറിയേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചീത്ത വിളിക്കണം, ബാത്റൂമിൽ കയറി ആരും അറിയാതെ രണ്ട് ചീത്ത വിളിക്കുക. ആ വിധം കൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ്, എനിക്ക് കൂടുതൽ ദേഷ്യം വരുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുള്ളൂ. അതാകുമ്പോൾ പിന്നെ ആരും കേൾക്കത്തില്ല, ആർക്കും ഒരു പ്രശ്നമില്ല, നമുക്കും ഒരു പ്രശ്നമില്ല. ബാത്റൂമിൽ കയറിയിട്ട് ആ വെള്ളം ടാപ്പ് അങ്ങോട്ട് ഓണാക്കിയിട്ട് ആരും ചീത്തങ്ങ് വിളിക്കും. ഞാനങ്ങനെയാണ്, എനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പം ഞാനങ്ങനെ കുറച്ചതാണ്. അപ്പം നമ്മളെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.